Next is project planning. Project planning is one of the most important jobs of a software project manager. As a manager, they can break down the work into parts and assign them to project team members. They can solve problems it will arise and prepare solutions to that problem. In a project plan, it is created at the start of the project and updated as the project progresses. It is used to show how the work will be done and assess the progress on the project. Project planning എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്ട് പ്ലാൻ നമ്മൾ എവിടെ ഡെവലപ്പ് ചെയ്യണം? ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊജക്ട് പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ലാർജ് പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? പ്രൊജക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ ടീം മെമ്പേഴ്സിനും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടീം മെമ്പേഴ്സിന് ആ പ്രൊജക്റ്റിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണം. അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഓൾസോ ഫൈൻഡ് ഔട്ട്. എന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രൊജക്ട് പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പ്രൊജക്ട് പ്ലാൻ വിൽ ബി ക്രിയേറ്റഡ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി project and it is used to communicate how the work will be done to the project team and the customer and also help to assess the progress of the project. There are three stages of three steps in a project planning. First one is proposal stage. Proposal stage. When you are creating a project or developing a software system, you need to plan at this stage to help you to decide if you have a resource to complete the work and also work out the price that should cost for the process. Proposal step എന്താണ്? ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോകണം. അതിപ്പോൾ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ വാട്ടെവർ എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് അവൈലബിൾ ആണോ എന്ന് ഫസ്റ്റ് നോക്കണം. റിസോഴ്സ് അവൈലബിൾ ആണോ മാത്രമല്ല അതിൻ്റെ പ്രൈസും. ആ പ്രൈസ് കൂടി ഏതിൽ ഇൻക്ലൂഡ് ചെയ്യണം? പ്രപ്പോസൽ സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്, ഡ്യൂറിങ് ദി പ്രൊജക്ട് സ്റ്റാർട്ടപ്പ് ഫേസ് യു ഹാവ് ടു പ്ലാൻ ഹൂ വിൽ വർക്ക് ഓൺ ദി പ്രൊജക്ട്, how the project will be broken into increments and resources will be allocated across your company. More information than proposal stages defined in startup phase and you can refine the initial effort estimate that you have prepared. Second stage il endana? ആരാണ് പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത്, പ്രൊജക്റ്റിൽ ആരാ വർക്ക് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ പാർട്സ് ആക്കി മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ റിസോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ പറയും. അതുമാത്രമല്ല ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എവിടെ നമുക്ക് കാണാൻ പറ്റും? സെക്കൻഡ് സ്റ്റേജിൽ കാണാൻ പറ്റും. തേർഡ് വൺ, throughout the project when you update your plan to reflect new information about the software and its development, you learn more about the system being implemented and capabilities of your development team. തേർഡ് സ്റ്റേജിൽ എന്താണ്? നമ്മൾ പ്രൊജക്റ്റ് പ്രപ്പോസൽ നടത്തി അതിൻ്റെ സ്റ്റാർട്ടിങ്ങും തുടങ്ങി. പിന്നെ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യണം അല്ലേ? പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ ചേഞ്ചസ്, അതുപോലെ എവിടെയൊക്കെയാണ് അതിന് ബ്രേക്ക് ഡൗൺസ് വരുന്നത്, ആ ബ്രേക്ക് ഡൗൺസ് എങ്ങനെ സോൾവ് ചെയ്യാം, പിന്നെ പ്ലാൻ ചെയ്ത പ്രപ്പോസൽസ് മതിയോ, അതിനേക്കാളും ഷെഡ്യൂൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? തേർഡ് സ്റ്റേജിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രപ്പോസൽ സ്റ്റേജ്, സെക്കൻഡ് വൺ പ്രൊജക്ട് സ്റ്റാർട്ടപ്പ് ഫേസ് and third one throughout the project. Next is proposal planning. Planning proposal at a stage is very important. You do not have to complete set of requirements for the software to be developed. എന്താണ് നമ്മുടെ പ്ലാനിങ് സ്റ്റേജിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം? കംപ്ലീറ്റ് റിസോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതല്ല. നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഔട്ട്ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു എസ്റ്റിമേറ്റിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഷെഡ്യൂളിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ജസ്റ്റ് ഒരു പ്ലാനിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രപ്പോസൽ പ്ലാനിങ്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ pricing. The price of software system developed for customers is simply the cost of the development plus profit for the development.
The relationship between project cost and price to the customer is not usually simple. We can calculate the price. You take broader organizational, economic, political, and business considerations. സോഫ്റ്റ്വെയർ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സോഫ്റ്റ്വെയറിന് പ്രൈസ് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന്റെ റിലേഷൻഷിപ്പ്, കോമ്പണൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ, എങ്ങനെയുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ അതിന്റെ ട്രെയിനിങ് കോസ്റ്റ്, അതുപോലെ ട്രാവൽ കോസ്റ്റ്, എഫേർട്ട് കോസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു പ്രൈസ് ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടായിരിക്കണം അതിനൊരു പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു കൺസിഡർ ഓർഗനൈസേഷണൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ബിസിനസ് കൺസിഡറേഷൻ ഇൻഫ്ലുവൻസ് ദി പ്രൈസ് ചാർജ്. ഇതെല്ലാം കൂട്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്, പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ജസ്റ്റ് നമുക്ക് വായിൽ തോന്നിയ ഒരു പ്രൈസ് വിളിച്ചു പറയലല്ല, എല്ലാ ഏരിയയും കവർ ചെയ്തതുകൊണ്ടായിരിക്കണം നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. These are the factors affecting software pricing. First one, contractual term. First one, contractual term. A customer may be willing to allow the developer to retain the ownership of the source code and reuse in other projects. The price charged might then be reduced to reflect the value of the source code to the developer. Contractual term എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെ, ഓർഗനൈസേഷനോട് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ഓർഗനൈസേഷൻ അതിന്റെ സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഓർഗനൈസേഷനും കസ്റ്റമറും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാവണം. കോൺട്രാക്ട് എങ്ങനെയുള്ള കോൺട്രാക്ട്? അതേ സോഴ്സ് കോഡ് വേറൊരു പ്രൊജക്റ്റിൽ അവർ ഉപയോഗിക്കാൻ വേണ്ടി സമ്മതിച്ചാൽ മാത്രമേ ആ സോഴ്സ് കോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അത് ആ കസ്റ്റമറിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കോൺട്രാക്ച്വൽ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമർ വില്ലിംഗ് ആണെങ്കിൽ മാത്രം സെയിം സോഴ്സ് കോഡ് റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, കോസ്റ്റ് എസ്റ്റിമേറ്റ് അൺസർട്ടനിറ്റി. കോസ്റ്റ് എസ്റ്റിമേറ്റ് അൺസർട്ടനിറ്റി. If an organization is unsure of its cost estimate, it may increase the price by contingency over above its normal profit. ആദ്യമേ ഓർഗനൈസേഷൻ എന്തുണ്ടാവണം? കോസ്റ്റിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവണം. അല്ലാതെ അറിയാതെ ഒരു കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പ്രോഫിറ്റിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഓർഗനൈസേഷൻ അത് എന്ത് ചെയ്യുക, സഹിച്ചോളാം, അത്രേ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ അത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ആദ്യമേ ഒരു ധാരണ അതിനെക്കുറിച്ച്, കോസ്റ്റിനെ കുറിച്ചിട്ട് ഉണ്ടാവണം. തേർഡ് വൺ, ഫിനാൻഷ്യൽ ഹെൽത്ത്. Companies with financial problem may lower their price to gain a contract. It is better to make smaller than normal profit or break even than to go out of business. ഫിനാൻഷ്യൽ പ്രോബ്ലം എപ്പോഴാണ് പറ്റുക എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ചില സമയത്ത് എന്താ, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, ഡെവലപ്പേഴ്സിന് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. അപ്പോൾ പലരും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന ടൈമിൽ കസ്റ്റമേഴ്സുമായിട്ട് കോൺട്രാക്ട് വെക്കുന്നത് എന്തായിരിക്കും? ലോവർ പ്രൈസിലായിരിക്കും. ചിലപ്പോൾ അവർക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല, പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഡെവലപ്പേഴ്സിന്. എന്നാലും അവരെന്ത് ചെയ്യും? അവർക്കൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സുമായിട്ട് ലോ പ്രൈസിന് അവർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും. So that is called financial health. Next one, market opportunity. A development organization may quote a low price because it wishes to move into a new segment of the software market. Accepting low profit on one project may give the organization the opportunity to make greater profit later. Market opportunity എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അവരെന്ത് ചെയ്യും? ഒരു എത്ര ലാഭം കിട്ടുന്നുള്ള രീതിയിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അതേ പ്രൊജക്ടിനെ ബേസ് തന്നെ അവർക്ക് പിന്നെ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ചില ഓർഗനൈസേഷൻസ് ഒരു ചെറിയ ലാഭത്തിനൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക ഏത് പ്രൊഡക്ട്സ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പ്രൊഡക്റ്റിനെ മേലത്ത് പിന്നെ അവർക്ക് ലാഭം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ലാസ്റ്റ് വൺ, റിക്വയർമെന്റ് വോളറ്റിലിറ്റി. If the requirements are likely to change, organization may lower its price to win a contract. After the contract is awarded, high prices can be charged for changes to the requirements.
അപ്പോൾ ചില റിക്വയർമെന്റ്സ് ഒന്നും അവൈലബിൾ ആകുന്നില്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ആദ്യം തന്നെ ചെറിയ പൈസയ്ക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ധാരണയിലെത്തും. പിന്നെ എല്ലാ റിക്വയർമെന്റ്സും അവൈലബിൾ ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിന്റെ മേലെ പ്രൈസ് കൂട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഫാക്ടേഴ്സ് ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കോൺട്രാക്ച്വൽ ടേംസ്, കോസ്റ്റ് എസ്റ്റിമേറ്റ് അൺസർട്ടനിറ്റി, ഫിനാൻഷ്യൽ ഹെൽത്ത്, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് റിക്വയർമെന്റ് വോളറ്റിലിറ്റി. ഓക്കെ, ഒരു അപ്രോച്ച് ഉണ്ട് ഈ സോഫ്റ്റ്വെയർ പ്രൈസിംഗിൽ. ആ അപ്രോച്ചിനെ പറയാ പ്രൈസിംഗ് ടു വിൻ ആണ്. പ്രൈസിംഗ് ടു വിൻ എന്താ ഈ പ്രൈസിംഗ് ടു വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനിക്ക് പ്രൈസിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ടാവും, ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. പ്രൈസിംഗ് ടു വിൻ എന്ന് പറയുന്നത് അതൊരു സോഫ്റ്റ്വെയർ പ്രൈസിംഗ് അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പൊ കമ്പനിക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രൊസസിനെ കുറിച്ച് അല്ലെങ്കിൽ കോസ്റ്റിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ കസ്റ്റമറിനോട് ആ ഐഡിയയെ കുറിച്ച് അവരുടെ പറയുമല്ലോ, ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ ഐഡിയന്റെ പുറത്ത് കസ്റ്റമറും ഡെവലപ്പേഴ്സും തമ്മിൽ ഒരു കോൺട്രാക്ട് ഡെവലപ്പ് ചെയ്യും. ആ ഐഡിയന്റെ പുറത്ത് കസ്റ്റമേഴ്സും നമ്മുടെ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഡെവലപ്പേഴ്സും തമ്മിൽ ഒരു കോൺട്രാക്ട് ഡെവലപ്പ് ചെയ്യും അവര്. അപ്പോൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. എക്സ്പെക്ട് ചെയ്ത പ്രൈസിനേക്കാളും, അതായത് ഇവർക്കിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ 100 റുപ്പീസിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്, സിമ്പിൾ ആയിട്ട് പറയാം. 100 റുപ്പീസിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, 100 റുപ്പീസ് ആണ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ആദ്യമേ കോൺട്രാക്ട് സൈൻ ചെയ്യും. ഇനി ചില കണ്ടീഷൻസ് അതിൻ്റെ അകത്ത് വെക്കും. ചിലപ്പോൾ എന്താണ്, ഈ പ്രൊജക്റ്റിന് 100ന് മേലെ പൈസ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു കോൺട്രാക്ട് വെക്കും. അപ്പോൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണെങ്കിൽ ആ കൂടുതലായ പൈസയായിരിക്കും അവർക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഡെവലപ്പേഴ്സിന് കിട്ടുന്നുണ്ടാവുക. ദാറ്റ് കോൺസെപ്റ്റ് ഇസ് കോൾഡ് പ്രൈസിംഗ് ടു വിൻ. സോഫ്റ്റ്വെയർ പ്രൈസിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് പ്രൈസിംഗ് ടു വിൻ എന്ന് പറയുന്നത്. എക്സ്പെക്ടഡ് പ്രൈസിന്റെ മുകളിൽ കോൺട്രാക്ട് വെക്കും. അതിനേക്കാൾ കൂടുതലാണ് പ്രൈസ് വരുന്നതെങ്കിൽ ആ പ്രൈസ് ആയിരിക്കും കസ്റ്റമർ ഡെവലപ്പർ കൊടുക്കേണ്ടി വരിക. ദാറ്റ് ഇസ് കോൾഡ് പ്രൈസിംഗ് ടു വിൻ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ പ്രൈസിംഗ്. നെക്സ്റ്റ് വൺ, പ്ലാൻ ഡ്രിവൺ ഡെവലപ്മെന്റ്. ഈ പ്ലാൻ ഡ്രിവൺ ഡെവലപ്മെന്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുമ്പോൾ പ്ലാൻ ഡ്രിവൺ, അജൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തഡോളജീസ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് പ്ലാൻ ഡ്രിവൺ ഡെവലപ്മെന്റ്? പ്ലാൻ ഡ്രിവൺ or plan-based development. It is an approach for software engineering where the development process is planned in detail. Plan-driven means development process can be planned in detail. A project plan is created that records of work to be done, who will do it, development schedule and the work products. ഈ പ്ലാൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക, ആരാണ് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്നും ആരാണ് അത് യൂസ് ചെയ്യുന്നതെന്നും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉണ്ടാവുക, നമ്മുടെ പ്രൊഡക്റ്റ് പ്ലാനിൽ ഉണ്ടാവുക അല്ലേ. മാനേജേഴ്സ് ക്യാൻ യൂസ് ദിസ് പ്ലാൻ ടു സപ്പോർട്ട് പ്രൊജക്ട് ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് മെഷറിംഗ് ദി പ്രോഗ്രസ്. Plan driven development is based on engineering project management technique and can be thought of traditional way of managing large software project. പ്രൊജക്ട് പ്ലാൻ നമുക്ക് എന്തിനാണ്, ഈ പ്ലാൻ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. അപ്പോൾ ആ ട്രഡീഷണൽ മെത്തേഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രസ്, പ്രൊജക്ടിന്റെ ഓരോ സ്റ്റേജിലുള്ള പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Agile development. Agile development involves the different planning process. Agile development എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാൻ ഡ്രിവൺ എന്നുള്ള ഡിഫറൻസ് ആണ്. ഈ പ്ലാൻ ഡ്രിവൺ മെത്തേഡിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് ഏത്, അജൈൽ മെത്തേഡ്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, പ്ലാൻ ഡ്രിവൺ ഡെവലപ്മെന്റ്സിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് എന്താണ്? ദി ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് പ്ലാൻ ഡ്രിവൺ അപ്രോച്ച് ആർ the early planning allows organizational issues. എന്തൊക്കെ ഓർഗനൈസേഷണൽ ഇഷ്യൂസ്? ഒന്ന് സ്റ്റാഫിന്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ അതർ പ്രൊജക്ട്സ്, അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പ്രൊജക്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ റിക്വയർമെന്റ്സിന്റെ അവൈലബിലിറ്റി. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കാം. ദാറ്റ് ക്യാൻ ബി ക്ലോസ്ലി ടേക്കൺ ആൻഡ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ആർ ഡിസ്കവേർഡ് ബിഫോർ ദി പ്രൊജക്ട് സ്റ്റാർട്ട്സ് rather than once the project is underway. പ്ലാൻ ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താ, നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ, എങ്ങനെയായിരിക്കും പ്രൊജക്ട് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ്.
എന്താണ് ഡിസഡ്വാൻറ്റേജ്? The principal argument against plan-driven development is that many early decisions have to be revised because changes of the environment in software is to be developed and used. പ്ലാൻ ചെയ്ത് വെച്ചാലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തീരുമാനങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും അല്ലേ? ഓരോ പ്രോബ്ലംസ് അറൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തെ ഡിസിഷൻസ് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ലാക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻസ്, ഏർലി ഡിസിഷൻസ് വി ക്യാൻ റിവൈസ്ഡ്, ഓക്കെ, അക്കോർഡിംഗ് ടു ദി ചേഞ്ചസ് ഓഫ് എൻവയൺമെന്റ്. നെക്സ്റ്റ് ഇസ് project plan. Project plan. In plan-driven development project plan set out the resources available to the project, the work breakdown and schedule for carrying out the work. The plan should identify the approach that is taken to risk management as well as risk of project and software under development. The details of project plan vary depend upon the type of project and organization, but plans normally include the following sections. ഏതൊക്കെ സെക്ഷൻസ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ. എന്താ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവുക? ഇറ്റ് ബ്രീഫ്ലി ഡിസ്ക്രൈബ്സ് ദി objectives of the project and constraints. എന്തൊക്കെ കൺസ്ട്രെയിൻസ്? ടൈം, ബഡ്ജറ്റ്, പിന്നെ സൈസ്, അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ എവിടെ ഉണ്ടാവും? ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവും. മെയിനായിട്ട് ഒബ്ജക്റ്റീവിനെ ഒക്കെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ കൺസ്ട്രെയിൻസിനൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ആര് ഉപയോഗിക്കുന്നത്? ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉപയോഗിക്കുന്നത്. പ്രൊജക്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും അല്ലേ? ആ റിസോഴ്സ് അവൈലബിൾ ആവുന്നതും വർക്കിന്റെ ബ്രേക്ക് ഡൗണും ഷെഡ്യൂളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പൊ എല്ലാ പ്രൊജക്ടിന്റെ ഡിഫറെന്റ് ഓർഗനൈസേഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് അതിൽ കോമൺലി കുറെ സെക്ഷൻസ് ഒരുപോലെ വരും. ആ സെക്ഷൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്താ ഉണ്ടാവുക? അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതുപോലെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നതിൽ നമുക്ക് ബഡ്ജറ്റോ ടൈമോ സൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. സെക്കൻഡ് വൺ പ്രൊജക്ട് ഓർഗനൈസേഷൻ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി വേ ഇൻ വിച്ച് ദ ഡെവലപ്മെന്റ് ടീം ഇസ് ഓർഗനൈസ്ഡ്, the people involved and the roles of the team. പ്രൊജക്ട് ഓർഗനൈസേഷനിൽ ആരൊക്കെ ഉണ്ടാവുക? ഡെവലപ്മെന്റ് ടീം. ഓർഗനൈസേഷൻ്റെ അകത്ത് ഡെവലപ്മെന്റ് ടീമിൻ്റെ അകത്ത് തന്നെ ഏതൊക്കെ പീപ്പിൾ, അതായത് ഹയർ അതോറിറ്റി മുതൽ അതിൻ്റെ ലോവർ അതോറിറ്റി വരെയുള്ള ആൾക്കാർ ആ ടീമിലുണ്ടാവും. പിന്നെ അവരുടെ റോളും ഓരോരാളും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പ്രൊജക്ട് ഓർഗനൈസേഷൻ. തേർഡ് വൺ എന്താ? റിസ്ക് അനാലിസിസ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി പോസിബിൾ പ്രൊജക്ട് റിസ്ക്. റിസ്ക് മാത്രമല്ല, റിസ്കിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് റിഡക്ഷനുള്ള സ്ട്രാറ്റജീസ് കൂടി നമുക്ക് അതിൽ പ്രപ്പോസ് ചെയ്യാം. ഈ റിസ്ക് അനാലിസിസിൻ്റെ അകത്ത് റിസ്ക് ഐഡന്റിഫൈ ചെയ്യൽ മാത്രമല്ല, ആ റിസ്കിനെ സോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ആ സ്ട്രാറ്റജീസ് കൂടി എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും? റിസ്ക് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സ് റിക്വയർമെന്റ്. It specifies the hardware and software support required to carry the development. ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ? ആ കോസ്റ്റ് കൂടി നിങ്ങൾക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിസോഴ്സ് റിക്വയർമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏതൊക്കെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പണൻസ് വേണമെന്ന് മാത്രമല്ല, അതിന്റെ കോസ്റ്റ് കൂടി നിങ്ങൾക്ക് എവിടെ ഇൻക്ലൂഡ് ചെയ്യാം? ഈ റിസോഴ്സ് റിക്വയർമെന്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ വർക്ക് ബ്രേക്ക് ഡൗൺ. It sets out the breakdown of the project into activities and identifies the input and output from each project activity. ഓരോ പ്രൊജക്ട് ആക്ടിവിറ്റി വർക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ്, ആ കാര്യങ്ങളാണ് എവിടെ ഉണ്ടാവുക? വർക്ക് ബ്രേക്ക് ഡൗണിൽ. ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസും ഇറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ വർക്ക് ബ്രേക്ക് ഡൗൺ. നെക്സ്റ്റ് വൺ പ്രൊജക്ട് ഷെഡ്യൂൾ. Project schedule shows the dependencies between the activities, estimated time to reach the milestone, and allocation people to the activity. ഇവിടെ ഞാനൊരു ടേം പറഞ്ഞു ഇപ്പോൾ, മൈൽ സ്റ്റോൺ. ഓക്കെ, ഇപ്പോൾ പറയാം എന്താ മൈൽ സ്റ്റോൺ എന്നുള്ളത്. പ്രൊജക്ട് ഷെഡ്യൂൾ എന്താ? മൈൽ സ്റ്റോൺ ആൻഡ് ഡിപ്പെൻഡൻസീസ്, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൈൽ സ്റ്റോണും ഡിപ്പെൻഡൻസീസും. എന്താ പ്രൊജക്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്ടിവിറ്റീസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് നടക്കുന്നുണ്ടെന്നുള്ള ആക്ടിവിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക.
ആക്ടിവിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, ആ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന പീപ്പിൾസ് ആരൊക്കെയാണെന്ന് ഉണ്ടാവില്ലേ, ഓരോ ഓർഗനൈസേഷൻ്റെ അകത്ത് ഓരോ മെമ്പേഴ്സും അതിന്റെ റോളും ഉണ്ടാവില്ലേ, ആ റോളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, പ്രൊജക്ട് ഷെഡ്യൂൾ. ആൻഡ് ലാസ്റ്റ് വൺ, മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് മെക്കാനിസം. It defines the management reports that should be produced. When these should be produced, the project monitoring mechanism should be used. മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, അത് റിപ്പോർട്ട് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിന് എന്ത് ചെയ്യണം, നമ്മൾ മോണിറ്റർ ചെയ്ത് നോക്കുക. മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, അത് ഡോക്യുമെന്റ് ചെയ്യണം. ആ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ, ആ ഫോർമാറ്റ് വെച്ചിട്ട് ഇൻക്ലൂഡിങ് റിവ്യൂ ഉണ്ടാവണം കേട്ടോ. ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ പ്രോസസ് നടന്നുകൊണ്ടിരിക്കണം. ഫോർമൽ റിവ്യൂസ്, ഇൻഫോർമൽ റിവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിവ്യൂസ് ആണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ബെറ്റർ എന്ന് വെച്ചാൽ അത് ആ ടൈമിൽ നമ്മൾ നടത്തണം. ഓക്കെ, ദീസ് ആർ ദി മെയിൻ സെക്ഷൻസ് ഇൻക്ലൂഡിങ് ഇൻ പ്രൊജക്ട് പ്ലാനിങ്. ഇത് കൂടാതെ തന്നെ നമ്മൾ പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റിങ്, അതുപോലെ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാം കേട്ടോ. ഇതിന് പുറമെ ഇത്രയും കാര്യങ്ങളല്ലാതെ ഓരോ സ്റ്റെപ്പിൽ, ഓരോ ഫേസസിലും നിങ്ങൾക്ക് എന്ത് പെർഫോം ചെയ്യാം, ടെസ്റ്റിംഗ് ഒക്കെ പെർഫോം ചെയ്യാം. ഈ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അധികവും നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് ഓർ കോംപ്ലക്സ് പ്രൊജക്റ്റിലായിരിക്കും. ഓക്കെ, ലാർജ് പ്രൊജക്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഓരോ ഫേസ് വെച്ചിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കേണ്ടത്. സ്മോൾ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ലാർജ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ ഫേസസിൽ തന്നെ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഐട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇനീഷ്യലായിട്ട് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്ലാനിങ് എന്ത് ചെയ്യണം, പ്ലാനിങ് ഓൾസോ ഇൻക്ലൂഡ് ആയിരിക്കണം അല്ലേ. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ പ്ലാനിങ് കൂടി ഇൻക്ലൂഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു UML ആക്ടിവിറ്റി ഡയഗ്രാം കാണാം. ഈ UML ആക്ടിവിറ്റി ഡയഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ടു എൻഡ് എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ UML ഡയഗ്രാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം എന്തായിരിക്കും, ചിലപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ബട്ട് നമ്മൾ എന്താണ് യൂഷ്വലി ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റവും അതുപോലെ തന്നെ പ്രൊജക്ട് ടീമും അവൈലബിൾ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് എന്താ വേണ്ടത്, കംപ്ലീറ്റ് നമ്മുടെ പ്രൊജക്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ടീമും അതേപോലെ തന്നെ സിസ്റ്റവും അവൈലബിൾ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റെഗുലർലി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മൾ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് റിവ്യൂ ചെയ്യേണ്ടത്, ഒന്ന് റിക്വയർമെന്റ്സ്, മറ്റൊന്ന് ഷെഡ്യൂൾ, പിന്നെ റിസ്ക് ചേഞ്ചസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഡെയിലി മോണിറ്റർ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ. ഇനി ബിസിനസ് ഗോൾസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊജക്ട് പ്ലാനിനെ ചേഞ്ച് ചെയ്യും. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്തെങ്കിലും ചേഞ്ചസ് ആവുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്ടിന്, അതായത് കംപ്ലീറ്റ് പ്രൊജക്ടിനെ തന്നെ അത് എഫക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് റീപ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബിഗിനിങ് ഓഫ് ദി പ്ലാനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, യു ഷുഡ് അസസ് ദി കൺസ്ട്രെയിൻസ് എഫക്റ്റിംഗ് ദി പ്രൊജക്ട്. ബിഗിനിങ്ങിൽ എന്താ വേണ്ടത്, യു ഷുഡ് അസസ് ദി കൺസ്ട്രെയിൻസ് എഫക്റ്റിംഗ് ദി പ്രൊജക്ട്. These constraints are required delivery date, staff available, overall budget, available tools. അങ്ങനെ, അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതായിരുന്നു ഏതിൽ പറയേണ്ടത്, കൺസ്ട്രെയിൻസിൽ. പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് ഉള്ളത്, ഒന്ന് ഡെലിവറി ഡേറ്റ്, പിന്നെ ഒന്ന് സ്റ്റാഫിന്റെ അവൈലബിലിറ്റി, ഓവറോൾ ബഡ്ജറ്റ്, അവൈലബിൾ ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയണം. ഓൾസോ ഐഡന്റിഫൈസ് ദി മൈൽ സ്റ്റോൺ ആൻഡ് ഡെലിവറബിൾസ്. എന്താ ഈ മൈൽ സ്റ്റോൺ, ഡെലിവറബിൾ? മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രസ് അസസ് ചെയ്യില്ലേ, അതായത് ഓരോ സ്റ്റേജിലും എത്രമാത്രം അതിന്റെ മെഷർമെന്റ് നോക്കില്ലേ. സ്റ്റാർട്ടിംഗ് നിന്ന് ഇപ്പം 2 ദിവസം കഴിയുമ്പോഴേക്ക് എത്ര മാത്രം അത് പ്രോഗ്രസ് ആയി,
1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഓരോ ഫേസസിലും നിങ്ങൾ എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റിന്റെ പ്രോഗ്രസിനെ മെഷർ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് മൈൽ സ്റ്റോൺ. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഹാൻഡ് ഓവർ ദ സിസ്റ്റം ഫോർ ടെസ്റ്റിംഗ്. ഓരോ ഫേസ് കഴിയുമ്പോഴും ആയിരിക്കുമല്ലോ നമ്മൾ ടെസ്റ്റിംഗ് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈൽ സ്റ്റോൺസ് എന്ന് പറയാം. മൈൽ സ്റ്റോൺസ്. സെക്കൻഡ് വൺ, ഡെലിവറബിൾ. ഇറ്റ് ഈസ് ദി വർക്ക് പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഡെലിവേർഡ് ടു ദി കസ്റ്റമർ. ലാസ്റ്റ് നമ്മുടെ സിസ്റ്റം ഇല്ലേ, നമ്മൾ ഡെലിവറി ചെയ്യുന്ന ലാസ്റ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് കോൾഡ് ഡെലിവറബിൾസ്. റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഓഫ് ദി സിസ്റ്റം, അതായത് ലാസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഡെലിവറബിൾസ്. അപ്പൊ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ അസസ് ദി പ്രോഗ്രസ് ഓഫ് ദി സിസ്റ്റം. ഡെലിവറബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെന്റ്സ്, ലാസ്റ്റ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് കോൾഡ് ഡെലിവറബിൾസ്. ഓക്കെ. അപ്പൊ ഈ ഫിഗറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ UML ആക്ടിവിറ്റീസ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് കൺസ്ട്രെയിൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ മൈൽ സ്റ്റോൺസ്, ഡെലിവറബിൾസ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി പ്രൊജക്ട് സിസ്റ്റം ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുത്തിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് വരുന്ന നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ആ പ്ലാനിനെ റീപ്ലാൻ ചെയ്യും. ഫുള്ളായിട്ട് നമ്മൾ പ്രപ്പോസലിനെ തന്നെ എന്ത് ചെയ്യും, റീപ്ലാൻ ചെയ്യും. എന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇത് പ്രൊജക്ട് പ്ലാൻ സപ്ലിമെന്റ്സ് ആണ്. അതായത് നിങ്ങളുടെ പ്ലാന് കുറച്ചുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി പ്ലാൻ. ക്വാളിറ്റി പ്ലാനിൽ എന്താണ്, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള പ്രൊസീജിയേഴ്സ്, അതുപോലെ സ്റ്റാൻഡേർഡ്സ്, അതെന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ക്വാളിറ്റി പ്ലാൻ. പ്ലാനിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഡയറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസും ഉണ്ടാവും, അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് മാത്രമല്ല, യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ചിലപ്പോൾ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ അത് രണ്ടും പ്ലാനിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ദെൻ വാലിഡേഷൻ പ്ലാൻ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി അപ്രോച്ച്, റിസോഴ്സ് ആൻഡ് ഷെഡ്യൂൾസ് യൂസ്ഡ് ഫോർ സിസ്റ്റം വാലിഡേഷൻ. നെക്സ്റ്റ് വൺ, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. എന്തൊക്കെ കോൺഫിഗറേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ, അതാണ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് പ്ലാൻ. മെയിൻ്റനൻസ് പ്ലാൻ. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇപ്പം കോസ്റ്റിന്റെ കാര്യത്തിലായാലും എഫേർട്ടിന്റെ കാര്യത്തിലായാലും രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യും, അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന കേട്ടോ. മെയിൻ്റനൻസ് പ്ലാൻ നമ്മൾ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യുക, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രഡിക്ഷൻ ആയിരിക്കും. ദെൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്ലാൻ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹൗ ദി സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി പ്രൊജക്ട് ടീം മെമ്പേഴ്സ് വിൽ ബി ഡെവലപ്പ്. ഓരോ പേഴ്സണും അതിലെ മെമ്പേഴ്സിന് ഇത്ര മാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, അവർ ഇന്ന പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തവരാണെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാഫിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്ലാൻ. നമ്മൾ ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് വരാനുള്ളൊരു സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡിലേ ആണ്. ഓക്കെ. പ്രൊജക്ട് പ്ലാൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിലേ ആണ്. ഡിലേ എന്താ, ഈ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും റിസ്ക് ഒക്കെ ഒക്കർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ റിസ്ക് ഒക്കർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നത് വരെ പ്രൊജക്ട് ഡിലേ ആവും. ചില റിസ്ക് നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ സോൾവ് ചെയ്യാൻ പറ്റും, ചിലതിന് കുറേ ടൈം വേണ്ടി വരും. അപ്പോൾ റിസ്ക് സോൾവ് ചെയ്യാനുള്ളൊരു ഡിലേ, അത് ഒന്ന്. അപ്പോൾ ചില റിസ്ക് നമുക്ക് എത്ര നോക്കിക്കഴിഞ്ഞാലും സോൾവ് ചെയ്യാനേ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലാൻ ചെയ്യുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീപ്ലാൻ ചെയ്യേണ്ടി വരും. അതൊരു പ്രോബ്ലം. അപ്പം ഈ റീപ്ലാൻ ഒക്കെ ചെയ്ത് വീണ്ടും പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അഗെയിൻ ഒരു ഡിലേ ആയിരിക്കുമല്ലോ. റിസ്ക് വരുന്നത് മാത്രമല്ല, ഈ റീപ്ലാൻ ഒക്കെ ചെയ്ത് വീണ്ടും അത് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഡിലേ ആയിരിക്കും. പിന്നെ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി, അതും ഡിലേക്ക് റീസൺ ആണ്. ഇപ്പൊ സ്റ്റാഫിന് തന്നെ എന്തെങ്കിലും ഇൽനെസ്സോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ആ ഡെവലപ്മെന്റ് ടീമിലെ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഓൾസോ മേക്ക് ടു ഡിലേ ആയിരിക്കും. അപ്പൊ അതും ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഈ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ മെയിനായിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിലേ ആണ്. Okay. Next is project scheduling. Project scheduling. It is the process of deciding
how the work in a project will be organized as separate task, when and how this task will be executed. You can estimate the calendar time needed to complete each task and then effort required, who will work on the tasks that have been identified. You have to estimate the hardware and software resources that need to complete each task. Project scheduling എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്ട് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്യുക അല്ലേ, എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുക, എങ്ങനെയാണ് പ്രൊജക്ട് ഓരോ ടാസ്കും എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് പാർട്സ് ആക്കും. എന്നിട്ട് അത് ആ ടാസ്ക് ആരൊക്കെ വർക്ക് ചെയ്യും, അത് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഓക്കെ ടൈം, ആ ടൈം എത്ര വേണം, ആ പ്രൊജക്റ്റിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓക്കെ അതിൽ സീനിയർ ആരാണ്, അതിൽ ജൂനിയർ ആരാണ്, അതിൽ ഡെവലപ്പേഴ്സ് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രൊജക്ട് ഷെഡ്യൂളിംഗിൽ. ഇറ്റ് ഡിസൈഡ്സ് ദി ഹൗ the work in a project will be organized as separate tasks and when and how these tasks will be executed. കംപ്ലീറ്റ് ആയിട്ട് പ്രൊജക്റ്റിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രൊജക്റ്റിനെ കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്രൊജക്ട് പ്ലാനിങ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടാസ്ക് ആണ് കേട്ടോ, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ടാസ്ക് ആക്കിയിട്ട് മാറ്റുക ചെയ്യാം. അപ്പോൾ ആ ടാസ്ക് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം നമ്മളിപ്പോൾ ഡേയ്സ് ഒക്കെ വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ കാലണ്ടർ ടൈമാണ്, നമ്മുടെ കാലണ്ടർ ടൈം ഉപയോഗിച്ചിട്ട് ഇത്ര ടൈം വേണം, ആ ടൈമിനുള്ളിൽ തീർക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പ്രൊജക്ട് ഷെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാ, സ്പ്ലിറ്റ് പ്രൊജക്ട് ഇൻ ടു ടാസ്ക് ആൻഡ് എസ്റ്റിമേറ്റ് ടൈം ആൻഡ് റിസോഴ്സസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ഈച്ച് ടാസ്ക്. പറഞ്ഞു എന്താണ് പ്രൊജക്ട് ഷെഡ്യൂളിംഗ് എന്നുള്ളത്. ഓർഗനൈസ് ടാസ്ക് കൺകറന്റ്ലി ടു മേക്ക് optimal use of workforce. Minimize task dependencies to avoid delays caused by one task waiting for another. Dependent on project manager intuition and experience. എന്തൊക്കെയാണ് പ്രൊജക്ട് ഷെഡ്യൂളിംഗിന്റെ ആക്ടിവിറ്റി, നമ്മൾ പ്രൊജക്റ്റിനെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ടാസ്ക് ആക്കി മാറ്റുമല്ലോ. അപ്പോൾ ഈ ടാസ്കുകൾ എല്ലാം കൺകറന്റ്ലി പാരലലി തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് വർക്ക് ചെയ്യണമെന്ന് ആലോചിക്കരുത്. ഏതൊക്കെ ടാസ്ക് ഉണ്ടോ ആ ടാസ്ക് കൺകറന്റ്ലി അല്ലെ പാരലലി തന്നെ വർക്ക് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും, ഡിലേ അവോയ്ഡ് ചെയ്യാം. ചിലപ്പം ഒരേ ടീം മെമ്പർ തന്നെ ഡിഫറെന്റ് ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാകും. പക്ഷെ അവർക്ക് രണ്ട് ടാസ്കിനെ കുറിച്ചിട്ട് നല്ല ഐഡിയ ഉണ്ടാവും, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള നല്ല ഐഡിയ ഉണ്ടാവും. ഒരേ സമയം തന്നെ ഡിഫറെന്റ് ടാസ്കിൽ സെയിം പേഴ്സൺ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ആ രണ്ട് ടാസ്കിനെ കുറിച്ചിട്ട് ആ പേഴ്സൺ എന്തുണ്ടാവും, നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ പിന്നെ പ്രൊജക്ട് മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഷെഡ്യൂളിംഗ്. ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രൊജക്ടിന്റെ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആണെങ്കിൽ പ്രൊജക്ട് പെർഫെക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ എക്സ്പീരിയൻസ് അധികം ഇല്ലാത്ത ആൾക്കാർ, ടെക്നിക്കൽ നോളജ് ഒക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ പ്രൊജക്ട് അത്ര സക്സസ്ഫുൾ ആയിരിക്കില്ല. എന്നാലും വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ആ പറഞ്ഞ ടൈമിനുള്ളിൽ ചിലപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ പ്രൊജക്ട് ഷെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ് ഓഫ് എ പ്രൊജക്ട് മാനേജർ. This is the project scheduling process. Identify the activities, then activity dependencies, estimate the resource, allocate people, and create project chart. Usually നമ്മൾ ഷെഡ്യൂൾസ് റെപ്രസെന്റ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക ടേബിളോ സ്പ്രെഡ്ഷീറ്റോ ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടാസ്കും അതേപോലെ തന്നെ അവരുടെ എഫേർട്ട്, ഡ്യൂറേഷൻ, ഈ ടാസ്കിന്റെ ഡിപ്പെൻഡൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇവിടെ കാണാം, ഇതൊരു സിമ്പിൾ വേ ഓഫ് ഷെഡ്യൂൾ റെപ്രസെന്റേഷൻ ആണ്, സിമ്പിൾ വേ ആണ്. അപ്പോൾ ഇത് ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ഇവിടെ ടാസ്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. എഫേർട്ട് എന്ന് പറയുന്നത് പേഴ്സണും അതിന്റെ ഡേയ്സും കൂടി കൗണ്ട് ചെയ്തിട്ടാണ് എഫേർട്ട് നോക്കുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡേയ്സ് മാത്രം കൗണ്ട് ചെയ്തിട്ട്, പിന്നെ ഡിപ്പെൻഡൻസീസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതേപോലെ ടേബിൾ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള കുറച്ച് ഡിഫിക്കൽറ്റി. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് നടത്താം.
ഇതല്ലാതെ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താം. മെയിൻലി 2 മെത്തേഡിൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ നടത്താം. ആദ്യത്തെ മെത്തേഡാണ് കാലണ്ടർ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് കാലണ്ടർ ബേസ്ഡ് മെത്തേഡ്. ആ കാലണ്ടർ ബേസ്ഡ് മെത്തേഡിൽ ബാർ ചാർട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ബാർ ചാർട്ട്. Bar chart is responsible for each of the activities, expected elapsed time, activities scheduled to begin and end. Bar chart na വേറൊരു പേരെന്താണ്? Gantt chart. Bar chart is also called Gantt chart. അത് ഹെൻറി ഗാണ്ട് എന്ന് പറയുന്ന പേഴ്സൺ ഇൻവെന്റ് ചെയ്തുകൊണ്ടാണ് ഗാണ്ട് ചാർട്ട് എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ നടത്താം അപ്പാർട്ട് ഫ്രം ടേബിൾ മെത്തേഡ്. ഫസ്റ്റ് വൺ കാലണ്ടർ ബേസ്ഡ് മെത്തേഡ്. അതിൽ യൂസ് ചെയ്യുന്നത് ബാർ ചാർട്ട് ആണ്. ബാർ ചാർട്ട്. It is responsible for each of the activities, expected elapsed time, activity schedule begin and end. Okay, bar chart is also called Gantt chart. Next one, activity network. Activity network, it shows the dependencies between the different activities making up the project. Okay, activity networks endana dependencies aanu. Different activities amalla dependencies. This is the representation of Gantt chart. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ T1 T2 എന്നൊക്കെ പറഞ്ഞിട്ട് ടേബിളിൽ ചാർട്ട് കാണുന്നുണ്ടാവും. അപ്പൊ ഇതേ T1 തന്നെ ഇവിടെ ഡിപ്പെൻഡൻസീസ് കണ്ടോ? T1 അതിന്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുന്ന T3യിലാണ്. T3 M1 M2 എന്നൊക്കെ പറയുന്നത് മൈൽ സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് T1 T3നെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടേബിൾ ഇങ്ങനെ നോക്കണ്ടേ. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇപ്പൊ T2 അതുപോലെ T4 എന്ന് പറയുന്നത് M3 ആണ് മൈൽ സ്റ്റോൺ. ദെൻ അത് T5ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. T2 T4ഉം T5നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഈ ഗാണ്ട് ചാർട്ട് നോക്കിയേ, ഗാണ്ട് ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ T1 T2 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വീക്ക് വൈസ് ആണ് ബാർ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ ഗാണ്ട് ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. വീക്ക് വൈസ് 0 മുതൽ 11th വീക്ക് വരെയുള്ള ചാർട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓരോന്ന് ഓർഡർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. T1 T2 T3 T4 ഒക്കെ ഓരോന്ന് ഓർഡർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിപ്പെൻഡൻസീസ് ആണ് മേലെ എഴുതിയിട്ടുള്ളത്. T1ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ T3ന്റെ ഡിപ്പെൻഡൻസീസ് M1 ബാർ T1 എഴുതിയിട്ടുണ്ടോ? ഈ T1 എൻഡ് ചെയ്യുമ്പോഴാണ് T3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഈ ചാർട്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. T2 T4ഉം T5നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ? ഈ ബാർ ചാർട്ട് കുറച്ചുകൂടി ഈസിലി റെപ്രസെന്റേഷൻ ആയിരിക്കും. ഓക്കെ.